നമസ്കാരം. സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ടകൾക്ക് മുന്നിൽ UDF സർക്കാർ ഓച്ചാനിച്ചു നിൽക്കുകയാണെന്നും PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം മതനിരപേക്ഷ കേരളത്തോടുള്ള കടുത്ത വഞ്ചനയാണെന്നും ആരോപിച്ച് വൻ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കൂട്ടരും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഏത് സമയത്തും സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് പാർലമെന്റ് രേഖകൾ തെളിയിക്കുന്നുവെന്നും VD സതീശൻ സർക്കാരിന്റേത് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താനുള്ള നീക്കമാണെന്നും പറഞ്ഞ് പിണറായി സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസ്താവന തന്നെ ഇറക്കിയിരിക്കുകയാണ്. എന്നാൽ ഇത് കാണുന്ന ഏതൊരാളും ചോദിച്ചു പോകും, അല്ല ചോദിക്കും, ഇത്രയധികം സംഘപരിവാർ വിരോധികളായിരുന്നു നിങ്ങളെങ്കിൽ, ഇത്ര വലിയ മതേതരവാദികളായിരുന്നു നിങ്ങളെങ്കിൽ, ഇത്ര വലിയ സംഘപരിവാർ വിരോധികളായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ അധികാര തലപ്പത്തിരുന്നപ്പോൾ എന്തുകൊണ്ട് കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കി ഈ പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുത്തു? അധികാര കസേരയിൽ ഇരുന്നപ്പോൾ കേന്ദ്രത്തിൽ നിന്നും പണം കിട്ടാൻ വേണ്ടി PM ശ്രീ പദ്ധതിയുടെ കരാറിൽ സ്വന്തം കൈപ്പടയിൽ ഒപ്പുവെച്ച് നൽകിയവരാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന മാന്യതയുടെയും തത്വചിന്തയുടെയും ക്ലാസ് എടുക്കുന്നത്. 10 വർഷക്കാലം RSSന്റെ സിലബസിന് മുന്നിൽ മുട്ടുമടക്കിയില്ല എന്ന് പ്രസംഗിക്കുന്ന പിണറായി വിജയൻ സ്വന്തം ഭരണകാലത്ത് ചെയ്ത നീക്കങ്ങൾ ജനങ്ങൾ മറന്നുപോയി എന്ന് കരുതുന്നത് വലിയ വിഡ്ഢിത്തമാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിബന്ധനകൾക്ക് വഴങ്ങി PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ആദ്യം തയ്യാറായതും അതിനായി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയതും LDF സർക്കാരായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അന്ന് കേന്ദ്രത്തിന്റെ ഫണ്ട് വേണമെന്ന് പറഞ്ഞ് ഒപ്പുവെച്ചവർക്ക് ഇന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പെട്ടെന്ന് വലിയ മതേതര ബോധം ഉദിച്ചുയരുന്നത് വെറുമൊരു രാഷ്ട്രീയ നാടകമാണ്. UDF സർക്കാർ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് സംഘപരിവാർ പ്രീതിക്കാണെന്ന് കുറ്റപ്പെടുത്തുന്ന പിണറായി വിജയൻ അന്ന് നിങ്ങൾ അതേ പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുത്തത് ആരെ പ്രീതിപ്പെടുത്താനായിരുന്നുവെന്ന് വ്യക്തമാക്കണം. BJP നേതാക്കളുടെയും കേന്ദ്ര സർക്കാരിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം ഭരണകാലത്ത് ഉണ്ടാക്കി വെച്ച അതേ വഴിത്തിരിവുകളാണ് ഇപ്പോൾ കേരളത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. സ്വന്തം ഭരണകാലത്തെ ഫയലുകൾ മറച്ചു നോക്കാൻ ധൈര്യമില്ലാത്തവരാണിപ്പോൾ പുതിയ പാർലമെന്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടി മറ്റുള്ളവരുടെ മേൽ കുതിര കയറാൻ വരുന്നത്. ഇത്രയും കാലം ജനങ്ങളെ മണ്ടന്മാരാക്കി വിറ്റവർ ഇപ്പോൾ മതേതരത്വത്തിന്റെ കാവലാളുകളായി വേഷം കെട്ടുന്നത് കാണുമ്പോൾ ചിരിക്കാനേ കഴിയുന്നുള്ളൂ. എന്നാൽ പിണറായി വിജയന്റെയും LDFന്റെയും ഈ ഒരു ഇരട്ടത്താപ്പ് എത്രത്തോളം പരിഹാസ്യമാണോ അത്രത്തോളം തന്നെ ഗൗരവമുള്ളതാണ് പുതിയ UDF സർക്കാരിന്റെ നിലപാടും. കഴിഞ്ഞ LDF സർക്കാർ കാവ്യവൽക്കരണത്തിന് വഴി തുറന്നു കൊടുത്തു എന്നതിന്റെ പേരിൽ അതേ വഴിയിലൂടെ തങ്ങളും സഞ്ചരിക്കുമെന്ന് VD സതീശനും കൂട്ടരും തീരുമാനിച്ചാൽ അതിനെ പിന്തുണയ്ക്കാൻ ജനങ്ങൾ തയ്യാറല്ല. കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമായി രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്, PM ശ്രീ പദ്ധതിയിൽ ചേർന്നില്ലെങ്കിലും പൊതുവിദ്യാഭ്യാസത്തിനുള്ള മറ്റു പ്രധാന ഫണ്ടുകളോയൊന്നും അത് ബാധിക്കില്ല എന്ന്. എന്നിട്ടും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കൊപ്പമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയോട് ചെയ്യുന്ന വലിയ അടിയറവ് പറയൽ തന്നെയാണത്. CPM അന്ന് കാണിച്ച അതേ ദാസ്യവേലയും കപടതയും തന്നെയാണ് ഇന്നത്തെ നേതൃത്വവും പിന്തുടരുന്നത് എങ്കിൽ ജനങ്ങൾക്ക് രണ്ടു കൂട്ടരോടും പറയാനുള്ളത് ഒന്നു തന്നെയാണ്. ഭരണത്തിലിരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ താളത്തിന് തുള്ളുകയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വിപ്ലവം പ്രസംഗിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ കപട മതേതരത്വം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കി ഒപ്പുവെച്ച് കേരളത്തിലെ സ്കൂളുകളെ കാവ്യവൽക്കരണത്തിലേക്ക് തള്ളിവിട്ടവർക്ക് ഇന്നില്ലാത്ത മതേതരത്തെക്കുറിച്ച് സംസാരിക്കാൻ യാതൊരുവിധ അർഹതയുമില്ല. ഭരണത്തിൽ ആര് വന്നാലും കേന്ദ്രത്തിന്റെ അനാവശ്യ അജണ്ടകൾക്ക് തലവെച്ചു കൊടുക്കാതെ നിൽക്കാനുള്ള ആർജവമാണ് ഒരു സർക്കാരിന് വേണ്ടത്, അല്ലാതെ ഇത്തരത്തിലുള്ള പൊള്ളയായ വാചകമടികളല്ല.